പക്ഷെ ഇപ്പൊ അവര് പറയുന്നത് എന്റെ പെമ്മക്കളെ ഞാൻ അകറ്റി നിർത്തിയത് കൊണ്ടാ ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടായതെന്നാ. സത്യത്തില് അവരുടെ പനി മാറുന്നവരെ ഇവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഞാൻ എന്റെ മക്കളെ കൈയൊഴിയാൻ നോക്കിയതാണെന്ന് എല്ലാവരും അങ്ങ് വിധി എഴുതി. വിനയ, അങ്ങനെ ചുമ്മാ ആരും വിധി എഴുതിയതൊന്നും അല്ല. വൈകുന്നേരം വന്ന് മക്കളെ വിളിച്ചോണ്ട് പോവാന്നും പറഞ്ഞ് നീ പിറ്റേ ദിവസം അവരുടെ ഡ്രസ് ഇവിടെ ഏൽപ്പിക്കാനാ വന്നത്. ആ സമയത്ത് നിന്റെ മക്കളെ കുറിച്ച് ഒരു വാക്കുപോലും ചോദിക്കാതെ നീ തിരിച്ചുപോയി. അല്ല, ഇതിന്നൊക്കെ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? അങ്കിളെ വാ, അങ്ങോട്ടിരിക്കാം, വിളിക്കാം. അമ്പിളി ചേച്ചി, ഞാൻ നിങ്ങൾക്ക് അന്യനൊന്നും അല്ലല്ലോ. എന്റെ മക്കള് നിങ്ങൾക്കൊക്കെ സ്വന്തം മക്കളെ പോലെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവരെ ഞാനിവിടെ നിർത്തുമ്പോ എന്റെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. എടാ, പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. ചീരുവിന്റെ മക്കളെ സംരക്ഷിക്കുന്നത് ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അതെ, ചീരു സിംഗപ്പൂരിലേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോഴേ ഞാനും രഘുവേട്ടനും അവളോട് പറഞ്ഞതാ, നിന്റെ മക്കളെ ഞങ്ങൾ നോക്കിക്കോളാന്ന്. അപ്പൊ അവൾ എന്താ പറഞ്ഞെന്നറിയാമോ? വിജയ് മോനെ വിനയേട്ടൻ പൊന്നുപോലെ നോക്കുമെന്നും അതിലും നന്നായി ഭദ്രമോളെ ആർച്ചമോളെയും വിനയേട്ടന്റെ അമ്മയും മാമനും കൂടി സംരക്ഷിക്കുമെന്ന. സത്യത്തിലേ അവര് പോലും അറിയാതല്ലേ വിനയ നീ നിന്റെ മക്കളെ ഇവിടെ നിർത്തിയിട്ട് പോയത്? അമ്പിളി ചേച്ചി എന്ത് വിചാരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കുട്ടികൾക്കന്ന് പനിയായിരുന്നു എന്നുള്ള കാര്യം അമ്പിളി ചേച്ചിക്ക് അറിയാമായിരുന്നല്ലോ. ആ പനി വിജയ് മോന് പകരാൻ പാടില്ലെന്ന് ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷേ ആർച്ചമോളുടെയും ഭദ്രമോളുടെയും കാര്യത്തില് അമ്പിളി ചേച്ചി തീരുമാനിച്ചത് എന്താ? ഞാൻ എന്ത് തീരുമാനിച്ചു? നിനക്ക് നിന്റെ മക്കളെ വേണ്ടെങ്കിൽ അവര് നമ്മളെ നോക്കുന്ന അച്ഛൻ പറഞ്ഞപ്പോ ഞാനും അത് സമ്മതിച്ചു. അച്ഛൻ അച്ഛന്റെ പേരക്കുട്ടികളെ സംരക്ഷിക്കാൻ ചേച്ചിയുടെ സമ്മതം എന്തിനാ? സത്യം പറ അമ്പിളി ചേച്ചി, അനിയത്തിയുടെ മക്കളെ ചുമക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടല്ലേ അച്ഛൻ അവരെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്? ചീരു അവരെ കൈയൊഴിഞ്ഞു പോയപ്പോ പോലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു സഹായം എന്ന നിലയ്ക്ക് മാത്രമാ ഞാൻ അവരിവിടെ നിർത്തിയത്. ആ എന്നെ അമ്പിളിച്ചേച്ചിനെ കുറ്റപ്പെടുത്താൻ വരല്ലേ? വിനയ, നീ അതും പറഞ്ഞു പൊയ്ക്കളയാതെ. നീ ചെയ്തത് ശരിയല്ലെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു എന്നുള്ളത് സത്യം. പക്ഷേ നിന്റെ മക്കളെ ഇന്ന് നോക്കുന്നത് ഞാനും രഘുവേട്ടനും തന്നെ ആയിരിക്കും. അല്ലാതെ വയസ്സായ അച്ഛന് എത്ര കാലം രണ്ട് പെൺകുട്ടികളെ സംരക്ഷിക്കാൻ പറ്റും? മതി അമ്പിളി, നിർത്ത്. ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അണ്ണൻ മക്കളെ ഏറ്റെടുത്തെങ്കിൽ അവരുടെ ഭാവി സുരക്ഷിതമായെന്ന് കരുതിയാൽ മതി. അതിനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ ദൈവം അണ്ണന് കൊടുത്തോളും. അയ്യോ, ഞാൻ അതല്ല അങ്കിളെ പറഞ്ഞത്. അച്ഛൻ എന്തെങ്കിലും പറ്റാതെ വന്നാലും ഇവന് ബാധ്യതയാവാതെ ആ മക്കളെ ഞാനും രഘുവേട്ടനും കൂടി നോക്കിക്കൊള്ളാന്നാ. എനിക്ക് എന്റെ മക്കള് ബാധ്യതയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞോ? അവര് ഇതുവരെ വളർന്നത് എന്റെ വീട്ടിൽ തന്നെയാ. ചീരു തിരിച്ചു വന്നത് എപ്പോഴാ? നീ നിന്റെ മക്കളുടെ കാര്യത്തില് അത്രയ്ക്ക് ഉത്തരവാദിത്തമുള്ളവനാണെങ്കിലേ എന്നോട് വഴക്കിടാൻ നിൽക്കാതെ അച്ഛന്റെ അടുത്ത് പോയി മക്കളെ തിരിച്ചു കൊണ്ടുവരാൻ നോക്ക്. ഞാൻ എന്റെ മക്കളെ ഏൽപ്പിച്ചത് ഇവിടെയാണ്. നിങ്ങൾ പോയിട്ട് അവരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. എന്റെ മക്കളെ ഞാൻ ഇവിടുന്ന് ഏറ്റെടുത്തോളാം. അവരെ ഇവിടുന്ന് മാറ്റുമ്പോ നിങ്ങൾ എന്നോടൊരു വാക്ക് ചോദിച്ചോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യം അവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. ഞാൻ വലിയ പ്രതീക്ഷയില്ല അങ്കിളെ കാണാൻ വേണ്ടി വന്നത്. ഈ അവസ്ഥയിൽ അങ്കിൾ എന്നെ ഉടനെ ഒന്നും സഹായിക്കില്ല എന്ന് പറയാം. അങ്കിള് പറഞ്ഞ പോലെ എന്റെ ടൈം ശരിയല്ല. കൂടാതെ ചിലരുടെ പ്രാക്കും ശാപവും. എന്നെങ്കിലും ഒരിക്കലെല്ലാം ശരിയാവുമായിരിക്കും. ശരിയെന്നാ, ഞാൻ പോണു. അവനോട് തർക്കിക്കാൻ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടെന്നെ മോളെ. ഓരോരുത്തരുടെ സ്വഭാവം അറിഞ്ഞ് പെരുമാറണ്ടേ? മോളത് വിട്ടേക്ക്.
അവൻ പറഞ്ഞ കേട്ട് മോളെ വിഷമിക്കൊന്നും വേണ്ട. എനിക്കൊരു വിഷമമില്ല അങ്കിളെ.